Hi friends, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സെക്കൻഡ് ഡിഗ്രിയിലെ ഒരു ക്വസ്റ്റ്യൻ ആണ്. How many consecutive natural numbers starting from 1 should be added to get 300? 1 മുതലുള്ള തുടർച്ചയായ എണ്ണൽ സംഖ്യകൾ എത്ര വരെ കൂട്ടിയാലാണ് 300 കിട്ടുക? അത് നമ്മളുടെ എണ്ണൽ സംഖ്യകൾ എന്ന് പറഞ്ഞാൽ 1 2 3 4 എന്ന് പറഞ്ഞു പോകുന്ന സംഖ്യകളുണ്ടല്ലോ, അത് ഏതുവരെ എടുത്ത് കൂട്ടിയാലാണ് നമുക്ക് 300 സം കിട്ടുക എന്നുള്ളതാണ് ചോദ്യം. അപ്പോ ഇവിടെ നമുക്ക് എണ്ണൽ സംഖ്യകൾ അഥവാ നാച്ചുറൽ നമ്പേഴ്സ് ആണ് പറഞ്ഞിട്ടുള്ളത് അല്ലെ. അപ്പോ നാച്ചുറൽ നമ്പേഴ്സിന്റെ സം ആണ് ഇക്വേഷൻ എന്താ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. എന്താ? n into n plus 1/2 ആണ്. അത് നമുക്ക് തന്നിട്ടുണ്ട്. n into n plus 1/2 എന്ത് ചെയ്തിട്ടുണ്ട്? നമുക്ക് തന്നിട്ടുണ്ട്. n into n plus 1/2 എന്ന് പറയുന്നത് 300 ആണ്. ഓക്കെ, അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് ഇതൊന്ന് ഓപ്പൺ ചെയ്യാം, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം. അതേപോലെ തന്നെ ഈ 2നെ ഇപ്പുറത്തോട്ട് കൊണ്ടുപോകാം. ഇവിടെ 2 എവിടെ പേന 2 ഇവിടെ ഹരിക്കാനല്ലേ, ആ 2 ഇപ്പുറം വരുമ്പോൾ എന്താവും? ഗുണിക്കാനാവും. ഹരിക്കാനുള്ള ഇപ്പുറം വരുമ്പോൾ എന്താവും? ഗുണിക്കാനാവും. ഡിവൈഡ് ചെയ്യാനുള്ളത് മൾട്ടിപ്ലിക്കേഷൻ ആവും. അപ്പൊ n into n plus 1 equal to 300 into 2 എന്ന് വരും. ഇനി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ ബ്രാക്കറ്റിന് പുറത്തുള്ള നമ്പറിനെ ബ്രാക്കറ്റിനുള്ളിലുള്ള ഓരോ നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ n into n സ്ക്വയർ. ഓക്കെ, n into n 2n അല്ല. കൂടുതൽ ആളുകൾ കുട്ടികൾ പറയുന്ന ഒരു ആൻസർ ആണ്. എന്താണ് n into n എന്ന് ചോദിച്ചു പറഞ്ഞാൽ പറയും 2n. അത് കൂട്ടുമ്പോഴാണ് 2n വരിക, ഗുണിക്കുമ്പോൾ പവറുകൾ തമ്മിൽ കൂട്ടുകയാണ് ചെയ്യുക. ഓക്കെ, അപ്പൊ n into n സ്ക്വയർ പ്ലസ് ആണ്, പ്ലസ് ഇട്ടു. n into 1 n ഈക്വൽ ടു 600. ഇനി നമുക്ക് 600നെ ഇപ്പുറത്തോട്ട് കൊണ്ടുവരാം. അപ്പൊ ഈ 600 ഇവിടെ പോസിറ്റീവ് ആണ്, അത് ഇപ്പുറം വരുമ്പോൾ എന്താവും? മൈനസ് ആവും. അപ്പൊ n സ്ക്വയർ പ്ലസ് n മൈനസ് 600 ഈക്വൽ ടു 0. ഇപ്പൊ നമുക്കൊരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ കിട്ടി. ഇനി നമുക്ക് അതിനെ സോൾവ് ചെയ്യാം. മൈനസ് ബി പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് 4ac ബൈ 2a എന്ന് പറയുന്നത് നമ്മളുടെ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ വെച്ചിട്ട്. ഓക്കെ, അപ്പൊ അത് ചെയ്യുമ്പോൾ എയും ബി സി എന്താ നമുക്ക് നോക്കാം. എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ n സ്ക്വയറിന്റെ കൂടെ, അപ്പൊ ഇവിടെ എ എത്രയാ? 1 ആണ്. ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നിന്റെ കൂടെ എത്രയാ? അതും 1 ആണ്. സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺസ്റ്റന്റ് ഒറ്റക്ക് നിൽക്കുന്നത്, അത് എത്രയാണ്? മൈനസ് 600 ആണ്. ഓക്കെ, അപ്പൊ അത് കൊടുത്തു. ബി മൈനസ് ബി. ഓക്കെ, നമ്മുടെ ഇക്വേഷൻ എന്തായിരുന്നു? മൈനസ് ബി. അപ്പൊ ഈ ഫസ്റ്റത്തെ മൈനസ് എന്ന് പറയുന്നത് ഇക്വേഷനുള്ള മൈനസ് ആണ്. ബിയുടെ വാല്യൂ 1 കൊടുത്തു. പ്ലസ് ഓർ മൈനസ് ബി സ്ക്വയർ, ബിയുടെ വാല്യൂ 1 കൊടുത്തു. മൈനസ് 4 ഇൻറ്റു എ സി എന്നായിരുന്നു, എയുടെ വാല്യൂ 1 ആണ്, അത് കൊടുത്തു. സി മൈനസ് 600 ആണ്, അതും കൊടുത്തു. ഡിവൈഡഡ് ബൈ 2a എന്ന് പറഞ്ഞാൽ 1. ഇനി നമുക്ക് ഇതിൽ ഗുണിക്കാനുള്ളതൊക്കെ ഗുണിക്കാം, കൂട്ടാനുള്ളതൊക്കെ ഗുണിക്കുകയൊക്കെ ചെയ്യാം. ആദ്യം മൈനസ് 1 എഴുതി. പ്ലസ് ഓർ മൈനസ് 1ന്റെ സ്ക്വയർ എന്താണ്? 1 ആണ്. ഇനി ഇവിടെയുണ്ട് ഒരു മൈനസ്, ഇവിടെയുണ്ട് ഒരു മൈനസ്. അപ്പൊ രണ്ട് മൈനസ് എല്ലാം ഗുണിക്കാനാണല്ലോ. രണ്ട് മൈനസ് ഗുണിക്കുമ്പോൾ എന്താവും? പോസിറ്റീവ് ആവും. 4 ഇൻറ്റു 1 4, 4 ഇൻറ്റു 600 2400. 6 4 24 കിട്ടും, 2 0 ഇട്ടു. ഇനി 2400ക്ക് 1 കൂട്ടിയാൽ നമുക്ക് എന്ത് കിട്ടും? 2401 കിട്ടും. ഓക്കെ, എയും ബിയും സിയും കൊടുത്തു, സോൾവ് ചെയ്ത് വന്നു. 2401 കിട്ടും. ഇനി 2401ന്റെ റൂട്ട് കാണണം. 2401ന്റെ റൂട്ട് കാണുമ്പോൾ നമുക്ക് 49 കിട്ടും. എങ്ങനെയാ 2401ന്റെ റൂട്ട് കാണാം? നമ്മളിതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട് ഒരു ഇതില്, ഒന്നുകൂടി നമുക്കൊന്ന് പറയാം. അതായത് ലാസ്റ്റത്തെ സംഖ്യ 1 ആണ്. ലാസ്റ്റത്തെ സംഖ്യ 1 ആണ്. അപ്പൊ 1 മുതൽ 9 വരെയുള്ള സംഖ്യകളിൽ ഒന്നിൽ അവസാനിക്കുന്ന സംഖ്യകൾ ഏതൊക്കെയാ? സ്ക്വയറുകൾ ഏതൊക്കെയാ? 1 1 1 ഇൻറ്റു 1 1 ആണ്. പിന്നെ 9 ഇൻറ്റു 9 81 ആണ്. 9 ഇൻറ്റു 9 81 ആണ്. അപ്പൊ 1ന്റെ സ്ക്വയറും 1ലാണ് അവസാനിക്കുന്നത്. 9ന്റെ സ്ക്വയറും 1ലാണ് അവസാനിക്കുന്നത്. 1ന്റെ സ്ക്വയർ 1ലാണ് അവസാനിക്കുന്നത്. 9ന്റെ സ്ക്വയർ 1ലാണ് അവസാനിക്കുന്നത്. അപ്പൊ ആ 1 9 ഞാൻ അവിടെ എഴുതി വെച്ചു. ഇനി ടോട്ടൽ സംഖ്യ എന്ന് പറഞ്ഞാൽ 2400 സംതിങ് ആണ്. 10ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 100 ആണ്, പക്ഷെ അത് 100ന്റെ മേലൊക്കെ ഉണ്ട്. 20ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 400 ആണ്, അത് 400ന്റെ മേലൊക്കെ ഉണ്ട്. 30ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 900 ആണ്, 900ന്റെ മേലൊക്കെ ഉണ്ട്. 40ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1600 ആണ്, 4 16 1600, അതിന്റെയും മേലൊക്കെ ഉണ്ട്. 50ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2500 ആണ്, അതായത് 5 25 25 2 0 കൊടുക്കുമ്പോൾ 2500. പക്ഷെ 2500 ഇവിടെ ഇല്ല.
40ന്റെ മേലേക്ക് പോയിട്ടുണ്ട്, അതായത് 1600ന്റെ മേലേക്ക് പോയിട്ടുണ്ട്, 50ന്റെ മേലേക്ക് പോയിട്ടില്ല, അഥവാ 2500ന്റെ മേലേക്ക് പോയിട്ടില്ല. അപ്പൊ 40നും 50നും ഇടയിലാണ്. അപ്പൊ ഒന്നെങ്കിൽ 41 ആയിരിക്കും, അല്ലെങ്കിൽ 49 ആയിരിക്കും. 41 വരില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. കാരണം 1600ന്റെ അടുത്ത് വരുമ്പോഴൊക്കെയാണ് 41 വരുള്ളൂ. 49 × 49 ചെയ്താൽ മതി. ഇനി അങ്ങനെ ചെയ്തിട്ട് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ അതിന് റൂട്ട് ഇല്ല എന്നാണ് അതിനർത്ഥം. ഇവിടെ നമുക്ക് 49 × 49 ചെയ്യുമ്പോൾ നമുക്ക് 2401 കിട്ടും അല്ലെ. 49 × 49 ചെയ്ത് നോക്കിയാ 9 81 1 ശിഷ്ട 8 ഉണ്ട്, 4 36, 36 4 44 44, പിന്നെ ഒരു 36ക്ക് 6 ഇഷ്ടം 3 എന്നാൽ 16 3 19. ഇതെല്ലാം കൂടി കൂട്ടണം. ഇവിടെ 1 വരും, 6 4 10ക്ക് 0 ശിഷ്ടം 1, 9 10 4 14ക്ക് 4 ഇഷ്ടം 1, 1 1 2 കണ്ടോ 2401. അപ്പൊ നമ്മളുടെ നമ്പർ റൂട്ട് എന്ന് പറയുന്നത് 49. ഇനി നമ്മൾ എന്ത് ചെയ്യണം, റൂട്ടിനെ സ്പ്ലിറ്റ് ചെയ്യണം, അതായത് പ്ലസും മൈനസും വെച്ചിട്ട് സ്പ്ലിറ്റ് ചെയ്യണം. അപ്പൊ -1 + 49/2 എന്ന് വരും. അതേപോലെ -1 - 49/2 വരും. അപ്പോ -1 + 49 എന്ന് പറയുമ്പോൾ വലുതെന്ന് ചെറുത് കുറച്ചിട്ട് വലുതിന്റെ ചിഹ്നം കൊടുത്താൽ മതി. 49 1 പോയാൽ 48. -1 - 49 എന്ന് പറഞ്ഞാൽ രണ്ടും നെഗറ്റീവ് ആണ്, അപ്പൊ മൈനസ് വരും. 49 1 -50/2. 48/2 നമുക്ക് എന്ത് കിട്ടും, 24 കിട്ടും. -50/2 കിട്ടും, -25 കിട്ടും. പക്ഷെ നമ്മളിവിടെ ചോദിച്ചിട്ടുള്ളത് എത്ര ടേംസ്, എത്ര പദം എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അതുകൊണ്ട് n എന്തായിരിക്കും, പോസിറ്റീവ് ആയിരിക്കും. 24 പദം എന്നല്ല നമ്മൾ പറയുള്ളൂ, -25 പദം എന്ന് പറയില്ലല്ലോ. അപ്പൊ നമുക്ക് ഇവിടെ പദങ്ങളുടെ എണ്ണം എത്ര എടുക്കാം, 24 എന്ന് എടുക്കാം. പോസിറ്റീവ് നമ്പർ എടുത്താൽ മതി. ഓക്കെ.